ഏകദേശം ഒരു 1600 രൂപയുടെ നഷ്ടമാണ് നമുക്ക് ഈ ഒരു ഞണ്ട് ഡെഡ് ആയി ഉണ്ടായത്. 850 ഗ്രാമുള്ള ഒരു എക്സൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഞണ്ട്, അതായത് 1 കിലോയ്ക്ക് ഏകദേശം 2000 രൂപ വരെ ഈ ഒരു ഞണ്ടിന് വിലയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് ഒരു വലിയ കാര്യമൊന്നുമല്ല, പൈസക്ക് വിലയില്ലാത്തതുകൊണ്ട് മറിച്ച് ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു ബിസിനസിനും അതിന്റേതായ റിസ്ക് ഉണ്ടെന്ന് പറയണത് ഈ ഒരു ബിസിനസ്സിലെ റിസ്ക് ഫാക്ടർ ഇതാണ്. ഞണ്ടിന്റെ ഡേണെങ്കിൽ അതിനോടൊപ്പം പൈസയും പോകും. ഞണ്ടിനെ പിടിച്ചിട്ട് വരുന്ന ചേട്ടന്മാരെ കയ്യിൽ നിന്ന് ഞണ്ടിനെ നമ്മൾ വാങ്ങുമ്പോൾ ആ ഞണ്ടിന്റെ ആരോഗ്യസ്ഥിതി കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നതിന്റെ കാര്യം ഇതാണ്. എന്നിരുന്നാലും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ അതൊന്നും നിൽക്കാറില്ല. ഈവൻ കാലാവസ്ഥയിലുള്ള ചേഞ്ച് വരും, അതായത് അന്തരീക്ഷത്തിൽ ചൂടൊന്ന് ജസ്റ്റ് കൂടിയാൽ മതി ഞണ്ട് ഡെഡ് ആയി പോകാനായിട്ട്. പക്ഷെ ഈ ഞണ്ട് ഡെഡ് ആവാനുള്ള കാരണം നമുക്ക് അറിയാൻ പാടില്ല. ഇതേ തൂക്കപ്പെടുന്ന ഏകദേശം ഒരു 5-6 ഞണ്ട് നമ്മുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. 1 കിലോ മേലെ തൂക്കപ്പെടുന്ന കിലോയ്ക്ക് 3000 രൂപയോളം വില വരുന്ന ഞണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, 3000 രൂപയോളം വില വരുന്ന ആ ഒരു ഞണ്ടാണ് ഡെഡ് ആയി പോയിരുന്നതെങ്കിൽ ദൈവം സഹായിച്ച് ഈ ഒരു ദിവസം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആ വിലയുള്ള ഞണ്ടുകൾ നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് ഡെഡ് ആയി പോവാറ്. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഡെഡ് ആയ ക്രാബ്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യാത്തത്. ഒരു ഞണ്ട് ഡെഡ് ആണെങ്കിൽ ഒരു അരമണിക്കൂർ പോലും വേണ്ടി വരില്ല അതിൽ നിന്ന് ബാഡ് സ്മെല്ല് വന്നു തുടങ്ങാൻ. അതിനോടൊപ്പം തന്നെ അതിന്റെ ഉള്ളിലുള്ള മാംസം വെള്ളമായിട്ട് അലിഞ്ഞ് പോയി തീരുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ഒക്കെ ചെയ്യാട്ടോ.